നമ്മുടെ വർദ്ധൻ സംസ്ഥ എന്ന യോജന നമ്മളെപ്പോലെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ആ നല്ലൊരു സ്കീമിനെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഒരു സ്വപ്നം അവരുടെ കയ്യിൽ ഭദ്രമാകും. അതുപോലെ അവരുടെ ഒരു വിശ്വാസം നമുക്ക് മുതൽക്കൂട്ടാകും. ഇതൊക്കെ കാരണം നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ വിശ്വാസവും ഒത്തൊരുമയും ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ബിസിനസ്സിൽ വിശ്വാസമാണ് ഏറ്റവും വലുതെന്ന്. വിശ്വാസമില്ലാതെ ഒരു ബിസിനസ് നടക്കില്ല. ഇതിപ്പോ ഒരു പ്രയത്നമാണ്, പുതിയൊരു വിശ്വാസം നേടിയെടുക്കാം. വേദാന്ത് വെഞ്ചേഴ്സ്. ഞാൻ അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേര് മിസ്റ്റർ വേദാന്ത് മേനോൻ. നമ്മൾ നമ്മുടെ പാർട്ണർഷിപ്പ് അവരുമായിട്ട് തുടങ്ങണമെന്നത് എന്റെ ആഗ്രഹമാണ്. എന്തു പറയുന്നു സർ? ഞാനിങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഓപ്പോസിറ്റ് കമ്പനികൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അവരെ ഉടനെ തന്നെ ഫിനിഷ് ചെയ്യാൻ തക്കം പാർത്തിരിക്കുന്ന ഈ ബിസിനസ് ലോകത്ത് നമ്മുടെ കമ്പനിയുടെ പ്ലാൻ വേറെ ഏതോ ഒരു കമ്പനിക്ക് കൊടുത്ത് ഈ ഭ്രാന്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല സർ. ഈ ഭ്രാന്ത് ഉള്ളത് കൊണ്ട് തന്നെയാ ഈ ആര്യവർദ്ധൻ ഈ സ്ഥാനത്തുള്ളത്. ഇല്ല സർ, എനിക്കും മോഹൻ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നുന്നേ. ഇതെന്തോ വർക്കൗട്ട് ആവാൻ തോന്നുന്നില്ല. ഹെവി ലോസ് ആവാനാ ചാൻസസ് ഉള്ളത്. വിശ്വാസം നേടിയെടുക്കണം. എല്ലാം തന്നെ നന്നായിട്ട് നടക്കും. അതിനു മാത്രം ഏത് പ്രൊജക്റ്റാണ് നമ്മൾ വേദാന്ത് വെഞ്ചേഴ്സുമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കൃഷി. വാട്ട്? മണ്ണില്ല, എന്നാലും മണ്ണിന്റെ ന്യൂട്രിയൻസ് വെച്ചുകൊണ്ട് പോഷക സൂക്ഷ്മത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നൊരു കൃഷി. ഇതിനെ ഹൈഡ്രോഫോണിക് അഗ്രികൾച്ചർ എന്ന പേര് പറയും. നമ്മുടെ യൂത്ത് ഗ്രൂപ്പുകൾ ഇതിനു വേണ്ടിയിട്ട് അവരുടെ എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. പുതിയ തലമുറയുടെ ചിന്താഗതിയാണ്. നമ്മുടെ വേദാന്ത് ഇതിനെപ്പറ്റി അറിയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകുമെന്നാണ് എന്റെ വിശ്വാസം. നടക്കുമത്? ഞങ്ങൾ മറ്റെന്തോആണ് വിചാരിച്ചത്. റിയലി ഡിസപ്പോയിന്റിങ്. ടെക്നോളജിയും സോഫ്റ്റ്വെയറും ഒക്കെ ഓടുന്ന ഈ ലോകത്ത് മണ്ണ്, കൃഷി എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് സാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് താല്പര്യമില്ല സാർ, താല്പര്യമില്ല. നമ്മൾ എത്രത്തോളം വളർന്നാലും അവസാനം തിരിച്ചെത്തുന്നത് കൃഷിയിൽ തന്നെയല്ലേ. ഇപ്പോ ലോകം തന്നെ ഒരു വിരൽത്തുമ്പിൽ കറങ്ങുകയല്ലേ. ഇപ്പോ നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു ഞൊടിയിൽ നടക്കും. പക്ഷേ ഭക്ഷണം വേദനിക്കുന്നുണ്ട്. വേദനിക്കും, മിണ്ടാതിരിക്കും അവിടെ. എന്ത് പറ്റിയെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ, നല്ലോണം കിട്ടും എന്റെ ഇന്ന്. നിന്നെ കണ്ടാലേ ശരിക്കും അടി വാങ്ങിട്ട് വന്ന പോലെ ഉള്ള. വീണ്ടും ഫൈറ്റ് ചെയ്ത് ഏത് പെൺകുട്ടിയെ രക്ഷിച്ചത്? എനിക്കെന്താ വേറെ പണിയൊന്നുമില്ലെന്നാണോ വിചാരം? ആർക്കറിയാം. എത്ര ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങനൊക്കെ വിചാരിക്കും. അവസാനമായിട്ട് ചോദിക്കോ, പറയാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ലേ? എന്റെ അടുത്ത് തന്നെ ഇത്ര അഹങ്കാരോ? നല്ല തല്ലു കിട്ടിയിട്ട് ബുദ്ധി വന്നിട്ടില്ല അല്ലേ? ഇപ്പൊ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഇതൊരു വലിയ ഇഷ്യൂ ആക്കും. പൊട്ടി നിക്കവിടെ. ആ, അങ്ങനെ പറ. മര്യാദക്ക് എന്താ സംഭവിച്ചെന്ന് പറ. വേദാന്തി ഏട്ടൻ ഓസ്ട്രേലിയക്ക് പോയിട്ടില്ല.
ഇവിടെ ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ പോയത്. എന്താ ചേട്ടൻ ഓസ്ട്രേലിയയിലേക്ക് പോയില്ലേ? നിങ്ങൾ പറയുന്നൊക്കെ സത്യമാണോ? ഇങ്ങനത്തെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാ കള്ളം പറയാ? ചേട്ടൻ ഇപ്പൊ എങ്ങനെയുള്ളേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ചേച്ചി തന്നെ ഈ കാര്യം നിങ്ങളോട് പറയും. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞേ. വീട്ടിലുള്ളവരോട് ഈ കാര്യം പറഞ്ഞ് അവരെ വെറുതെ ടെൻഷനാക്കണ്ട. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, നീ ചെല്ല്. ശരി, പറയില്ല. പക്ഷെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ശരി, എന്താ ചോദിക്ക്. നിങ്ങൾ എന്തിനാ വേദാന്ത ഏട്ടനെ ചേട്ടാന്ന് വിളിക്കുന്നത്? അത് വിക്കി അങ്ങനെ വിളിക്കുമല്ലോ, അത് കേട്ട് ശീലിച്ചതാ. നീ പോയി നിന്റെ ജോലി നോക്ക്, ചെല്ലാൻ നോക്ക്. സിഐഡിയെക്കാളും കഷ്ടോ. പോടുന്നു. ഡസ്റ്റ്ബിന് ഇവിടെ ഇല്ല, താഴെയുള്ള. ഞാൻ പിന്നിട്ടോളാം, നീ ചെല്ലാൻ നോക്ക്. പോക്കറ്റിൽ തന്നെ വെച്ചോ. വെറുതെ പറയുന്നതല്ല, CID പണിയിലും ഞാൻ ഓരോ പടി മുന്നില്ല. എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ. എന്തായാലും കണ്ടുപിടിച്ചിരിക്കും. ഇവളോട് എത്ര കെയർഫുൾ ആയിട്ട് സംസാരിച്ചാലും പറ്റില്ല. ഇവൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തത് നല്ലത്. എന്നെ തടഞ്ഞു നിർത്താൻ നീ ആരടി? സാഹിത്യ, വേദാന്ത്, ഞാൻ നിങ്ങളെ ഹഗ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വന്നേ. അവള് ചെയ്യുന്നത് കണ്ടില്ലേ? ദേഷ്യം വരാതിരിക്കോ? ഇവളുടെ ദേഹത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ സാഹിത്യ. അല്ല, എന്നെ തടയാനായിട്ട് ഇവൾക്ക് എന്ത് അധികാരമുള്ളത് വേദാന്ത്? ഇവൾക്ക് എപ്പോഴും എന്നോട് ജലസിയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഇതുപോലുള്ള പ്ലാനൊക്കെ. നീ എന്ത് പ്ലാനിനെ പറ്റിയാ പറയുന്നേ? അവള് തന്നെ റൗഡികളെയൊക്കെ അയച്ച് അവരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഡ്രാമയെ പറ്റി ഞാൻ സംസാരിക്കുന്നത് വേദ. ഇതെല്ലാം ഇവളുടെ പരിപാടികളാണെന്ന് മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ വരാൻ ഇവൾ ആരാ? ആദ്യം നീ ആരാണെന്ന് പറയേ. ഞാൻ പറയാന്ന് വിചാരിച്ച കാര്യം അപ്പോഴേക്കും ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ. സംസാരിക്കേ, നിന്നോടാ ചോദിക്കുന്നത്, വാ തുറന്ന് പറയാൻ. വിവരമില്ലാത്ത ആൾക്കാരെ പോലെ പറയുന്നത് വിക്രാന്ത്. എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ സാഹിത്യ, നിനക്ക് ഏട്ടത്തിയാവാൻ പോകുന്നവളാ. സാഹിത്യ ഏട്ടത്തി നിങ്ങളുടെ അമ്മയ്ക്ക് തുല്യ. വായില് നാക്കണെന്നും പറഞ്ഞ് എന്തും പറയാന്നാണോ? ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിന്റെ ഹിസ്റ്ററി എന്താ, നീ എവിടെന്നാ വരുന്നേ, നിന്റെ റിയൽ ആയിട്ടുള്ള സ്റ്റോറി എന്താ, നീ ആരാണെന്നാ. വാ തുറന്ന് പറയ് സാഹിത്യ, നീ ആരാ? പറയ്. സാഹിത്യ, ചുമ്മാ എന്റെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യണ്ട. ഞാൻ ചേട്ടനെ പോലെ കാമായിട്ട് ആരെയും ഹാൻഡിൽ ചെയ്യാറില്ല. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. പറയേ. വിക്രാന്ത്, നീ എന്തൊക്കെയാടേ പറയുന്നേ? നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ? എന്താന്ന് വെച്ചാ ഇവളെ കുറിച്ച് ഒരുപാട് അറിയാത്ത കാര്യങ്ങളുണ്ട് ചേട്ടാ. ഇവളാണ് ഇപ്പൊ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. വിക്കി എന്തൊക്കെയാണ് ഈ പറയുന്നത്?
മിസ് സാഹിത്യ, നീ തന്നെ പറയുന്നു അത് ഞാൻ എല്ലാവരോടും പറയണം? ഞാൻ എന്താ പറയണ്ടേ? നിങ്ങൾ വായി തോന്നിയതുപോലെ ഇങ്ങനെ പറഞ്ഞ അതിനൊന്നും എന്റെ അടുത്ത് ആൻസർ ഇല്ല. നിങ്ങൾക്കൊന്നും അറിയാത്തതായിട്ട് എന്റെ കയ്യിൽ വേറൊന്നും ഇല്ല. ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. സത്യം സമ്മതിക്കാനായിട്ട് നിനക്ക് ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ മൂഡില്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതെല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് ഇത് കറക്റ്റ് ടൈമാ. വിക്കി, എന്ത് സത്യം? എന്തിനാ നീ ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്? ഞാൻ വളച്ചൊടിക്കുന്നതല്ല അളിയാ, കാര്യങ്ങൾ അങ്ങനെയാ. ചേട്ടാ, ഇവളൊരു തരം കൊറോണ വൈറസ് പോലെയാ. വേഗം ഇവളുടെ തനിനിറം പുറത്തു വന്നില്ലെങ്കിൽ ചുറ്റുള്ള എല്ലാവർക്കും ഇവൾ അപകടമാ. വിക്രാന്ത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ അപമാനിക്കരുത്. മാനുള്ളവർക്ക് അപമാനം ഉണ്ടാവുള്ളൂ, നിന്നെ പോലുള്ളവർക്ക് അപമാനം ഉണ്ടാവില്ല. വിക്രാന്ത്, കാര്യം എന്താന്ന് വെച്ചാൽ ആദ്യം പറയണം. ചേട്ടാ, നീ കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നീ തുടങ്ങിയ കമ്പനി പാർട്ടി എന്നാണല്ലോ ഇതിനെല്ലാത്തിനും ആരംഭമുണ്ടായേ. ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ട് നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോ കുറച്ചുകൂടെ ഡാൻസ് കാണണമെന്ന് ആഗ്രഹം വന്നു. ആ പാർട്ടി കാരണമാണ് റൗഡി കൊച്ചിനെ അന്ന് മൈസൂർ പോകേണ്ടി വന്നേ. അന്ന് നീ അവിടെ ചെന്ന് അവളെ രക്ഷിച്ചുകൊണ്ട് വന്നു. ആ കിഷൻ എന്ന 3rd ക്ലാസ് ചെറ്റയെ ജയിലിൽ അടച്ചു. ആക്ച്വലി അവനെ വേറെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയച്ചതായിരുന്നല്ലോ. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. അവൻ ജയിലിൽ പോയ ഉടനെ തന്നെ ഇവള് നമ്മുടെ ലൈഫിൽ വരിക. മൈറ്റ് ബി എ കോയിൻസിഡൻസ് വിക്രാന്ത്. കോയിൻസിഡൻസ് അല്ല ചേട്ടാ, എക്സാക്ട് അതേ സമയം ഇവള് നമ്മുടെ ലൈഫിലോട്ട് വന്നേ. അപ്പൊ തന്നെ വന്നേ. അല്ല സാഹിത്യ, നിന്റെ അച്ഛനും അമ്മയൊക്കെ ദുബായിലല്ലോ ഉള്ളേ. വലിയ കുടുംബമാണെന്ന് മദറിഞ്ഞ പറഞ്ഞിട്ടുണ്ട്. അത്ര വലിയ ആൾക്കാരുടെ മകളായ നിനക്ക് വേദാന്ത് വെഞ്ചേഴ്സിലെ HR ആയിട്ട് ജോലി ചെയ്യാനുള്ള ആവശ്യം എന്താ ഉള്ളേ? ഞാൻ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം. പിന്നെ എന്റെ ഇൻട്രസ്റ്റും അതാ. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ നീ ആ സമയത്ത് വർക്കൊന്നും ചെയ്യാതെ സിറ്റുവേഷൻ ഒക്കെ വേഴ്സ് ആക്കിക്കൊണ്ടിരിക്കുക. എന്താ ചെയ്തത്? എന്റെ ആരുടെ കല്യാണത്തിന് മുന്നേ തന്നെ ഇവന്റെ കല്യാണം നടക്കണം എന്ന് പറഞ്ഞപ്പോ നീ കറക്റ്റ് മുന്നിൽ വന്നു നിന്നു. ഇവൻ കാര്യങ്ങളൊക്കെ വിശദമായി അറിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ആരോപണങ്ങളൊക്കെ എന്നിലേക്ക് വരും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും പ്രശ്നോ, പറഞ്ഞില്ലെങ്കിലും പ്രശ്നോ. ഇത് എത്ര കൺവീനിയന്റ് ആണല്ലേ? Am I right, സാഹിത്യ? ഇന്നിപ്പോ രാവിലെ മുതല് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെതായിട്ട് എല്ലാവർക്കും ആശംസകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ദേശത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. ഇന്നും മറ്റുള്ളവരെ പഴി പറയുന്നതിൽ എന്ത് കാര്യം? നമ്മളിൽ നിൽക്കുന്ന ഈ ഭൂമി മാതാവ്, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ നാട്, നമ്മളെ ജനിപ്പിച്ച് വളർത്തിയ പെറ്റ മാതാവ്, അവരെ പറ്റി ചിന്തിക്കുന്നത് വെറും പുറമേ കാണിക്കാൻ വേണ്ടി മാത്രമല്ലേ? ഇന്നിപ്പോ നമ്മുടെ രാജ്യം തന്നെ അവാർഡിനെ നോമിനേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും ദേഷ്യം വന്നില്ലേ? പക്ഷേ നമ്മൾ തമ്മിൽ ഒന്നാകാൻ വേണ്ടി നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്നുവെച്ചാ നമ്മളെല്ലാരും ബിസിനസ്മാൻ അല്ല സാർ. ഞങ്ങളുടെ പേരിൽ സാറിന് വിശ്വാസമില്ല. സാറിന് വേദാന്ത് വെഞ്ചേഴ്സിൽ മാത്രമാണ് വിശ്വാസമുള്ളെങ്കിൽ യു ഗോ അഹെഡ് സാർ. ഞങ്ങൾ പോവുക. നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളിപ്പോ ഇവിടെ വന്നതില്, പിന്നെ എന്റെ വാക്കുകൾ കേട്ടതിലും ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ചിന്താഗതി എന്താണെന്ന് നിങ്ങൾക്ക് 24 മണിക്കൂറിനകം മനസ്സിലാവും. നമസ്കാരം സാർ, പോയിട്ട് വരാം. ഞങ്ങൾ ഇറങ്ങണം. എക്സ്ക്യൂസ് മീ സാർ. ആര്യ സാർ എന്ത് തന്നെ പറഞ്ഞാലും അതിനൊരു അർത്ഥം ഉണ്ടാവും. അതിൽ 4 പേർക്കെങ്കിലും നല്ലത് വരണമെന്നുള്ള സ്വപ്നം ഉണ്ടാവും.
ഈ ദേശത്തിന് നല്ലത് വരാൻ വേണ്ടിയാണ് ഇതിനു വേണ്ടി കൈകോർക്കാൻ പറഞ്ഞത്. ഇത് കാരണം തീർച്ചയായും നല്ലത് മാത്രമേ നടക്കൂ. ഇതിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. വിശ്വാസമാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ റിസൾട്ട് എന്താന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. സാഹിത്യനൊന്നും പറയണ്ട. വിക്രാന്ത്, നീ പറയുന്നൊക്കെ സത്യമാണോ? ഇല്ല, കള്ളോ. പിന്നെ എന്തിനാടി അവൻ അങ്ങനെയൊക്കെ പറയുന്നേ? വേദാന്ത്, കാം ഡൗൺ. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. നോക്കുമോളെ, നിനക്ക് എന്തറിയാമോ അഥവാ സത്യം എന്താണെന്നങ്ങ് പറഞ്ഞേക്ക്. വെറുതെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇല്ല, വിക്രാന്ത് പറയുന്നത് മുഴുവൻ പച്ചക്കള്ളോ. സാഹിത്യ, ലെറ്റ് മീ കണ്ടിന്യൂ. ചേട്ടാ, അവസാനം ഉണ്ടല്ലോ, ആ കിഷൻ എന്ന് പറഞ്ഞവൻ അവന്റെ മാമന്റെ ഇൻഫ്ലുവൻസ് വെച്ച് ജയിലിന് പുറത്തിറങ്ങി. ആ ഒരു ഗ്യാപ്പിൽ ഇവളുണ്ടല്ലോ, ഇവളുടെ ഗെയിം കളിക്കാൻ തുടങ്ങി. ഞാൻ ഒരു ഗെയിമും കളിച്ചിട്ടില്ല. അമൂല്യപ്പെടുത്താൻ നോക്കിയ ആ ഒരു പ്ലാൻ ഗെയിം ആണോ അതോ കള്ളാണോ? കള്ളം. അമൂല്യയുടെ ഡ്രോയറിൽ കൈക്കൂലിയാണെന്ന് പറഞ്ഞ ആ വെച്ചതും കാശെടുത്ത് വെച്ചതും ഇതേ ഗെയിം അല്ലേ? കള്ളം, കള്ളം. അങ്ങനെയാണെങ്കിൽ നിനക്ക് അമൂല്യയോടുള്ള ശത്രുതയും വെറും കള്ളാണോ? പച്ചക്കള്ളം. പിന്നെ ഞാൻ വരുന്നതിന് മുമ്പ് അമൂല്യക്ക് നിന്നോട് ജലസിയാണെന്ന് പറഞ്ഞതും കള്ളമായിരുന്നില്ലേ? അത് അവൾക്ക് എന്നോട് ജലസിയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ. അല്ലാതെ എനിക്ക് അവളോട് ഒരു വെറുപ്പുമില്ല. ശരി വിട്. അങ്ങനെയാണെങ്കിൽ നീ ഓഫീസിൽ നിന്ന് അവളെ പുറത്താക്കാൻ ശ്രമിച്ചതോ അതും കള്ളമാണോ? കള്ളം, കള്ളം, കള്ളം. നിനക്ക് അധികാരം വന്നതിന് ശേഷം നീ വേണം വെച്ചിട്ടല്ല അമൂല്യ പുറത്താക്കിയത്, അതും കള്ളമാണോ? കള്ളം, കള്ളം. ഫേക്ക് IT ഓഫീസേഴ്സിനെ വിളിച്ചതും കള്ളമാണോ? കള്ളം. ഫേക്ക് IT ഓഫീസറെ കൊണ്ടത് ഞാനല്ല, കിഷനോ. Sir, I really understand your concern. But then, sir, ഈ പ്രൊജക്റ്റിനെ പറ്റി ഇന്നൊരു പ്രാവശ്യം കൺസിഡർ ചെയ്യണം. കണക്ട് മീ ടു വേദാന്ത് വെഞ്ചേഴ്സ്. ഐ മീൻ മിസ്റ്റർ വേദാന്ത് മേനോൻ. ഓക്കെ സർ, എന്നാലും ഒരു പ്രാവശ്യം ഇതിനെ പറ്റി. നിനക്ക് പറ്റിയില്ലേ പറഞ്ഞേക്ക്, അനു ചെയ്തോളൂ. Alright, sir. We will get this done. എന്റെ വിശ്വാസം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സംരംഭം തുടങ്ങാൻ പറ്റുമെന്നാണ്. വിശ്വാസമുണ്ടല്ലോ, ഒട്ടും കുറയാൻ പാടില്ല മീര. നിന്റെ സംസാരത്തിലും നിന്റെ കണ്ണുകളിലും കുറച്ചുപോലും വിശ്വാസം കാണാൻ കഴിയുന്നില്ല മീര. ഇറ്റ്സ് ഓക്കെ, നീ ഇത് വിട്ടേക്ക്, അനു ചെയ്തോളൂ. യെസ് സർ, ഉറപ്പായിട്ടും ചെയ്യും. I know it. Thank you, Anu. പുതിയ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഐ റിയലി ഡോണ്ട് നോ. ഉറപ്പായി നടക്കും മാം. ഉറപ്പല്ലേ? ഉറപ്പ്. All the best and keep me in loop.
ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അതിനർത്ഥം നിനക്ക് കിഷനെ നല്ല പോലെ പരിചയമുണ്ടെന്നല്ലേ? എന്തൊരു ഇടിയറ്റ ഇവള്. ഛേ, നിനക്കും ആ കിഷനും തമ്മിൽ ലിങ്ക് ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. സോ നിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ എനിക്ക് പറ്റാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഗെയിം കളിച്ചത്. സൂപ്പർ ആയിട്ടുണ്ട് ചേട്ടാ. അവസാനം നിങ്ങൾ അവളെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിച്ചു. ഇനി പറയ് സാഹിത്യ, നിനക്ക് ആ കിഷനെ എങ്ങനെയാ അറിയുന്നേ? നീയും ആ കിഷനും ഒന്നിച്ചുള്ള ഫോട്ടോ ഇപ്പോഴെങ്കിലും പറയുന്നോ അതോ ഞാൻ തന്നെ പറയണോ? ഞാൻ തന്നെ പറയട്ടെ. ഞാൻ തന്നെ പറഞ്ഞോളാം. കിഷൻ എന്റെ ചേട്ടനാ.